കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഈ കേസിൽ വിധിയും പറയും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അപ്പീലിൽ ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മഞ്ജുഷയുടെ ഹർജി നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇപ്പോഴും ഈ യഥാർത്ഥ പ്രതികളിലേക്ക് സംഭവം എത്തുന്നില്ല, അല്ലെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന കുടുംബത്തിന് പ്രതീക്ഷയില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണല്ലോ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. അനുകൂലമാകുന്ന ഒരു വിധി ഉണ്ടാകുമെന്നാണോ കുടുംബം പ്രതീക്ഷിക്കുന്നത്? സർക്കാർ ഈ നീക്കത്തെ എതിർക്കുകയായിരുന്നല്ലോ. അഭിലാഷ്, സർക്കാർ ഈ നീക്കത്തെ എതിർക്കുകയായിരുന്നത് തുടക്കം മുതൽ തന്നെ. അതായത് സിംഗിൾ ബെഞ്ചിലേക്ക് ഇത് വരുമ്പോൾ തന്നെയും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ രൂപം നൽകിയിട്ടുണ്ട്. അവരെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യത്തിൽ മറ്റൊരു അന്വേഷണത്തിനോ മറ്റൊരു കാര്യത്തിനോ സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെ, കാരണം കൃത്യമായൊരു അന്വേഷണം മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് സിംഗിൾ ബെഞ്ചിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും സർക്കാർ ആദ്യഘട്ടത്തിൽ ഈ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് വിജയം നേടുകയും ചെയ്തത്. അതിൽ CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നിരാകരിക്കപ്പെടുകയും ചെയ്തിരുന്നത്. എന്നാൽ വീണ്ടും നവീൻ ബാബുവിന്റെ കുടുംബം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. കാരണം തങ്ങൾക്ക് ഒരു നീതി ഉറപ്പാക്കണം. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടവർ അവര് വളരെ ശക്തരാണ്, വളരെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്, സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കേസ് പരിഗണിക്കുമ്പോൾ അപ്പോഴും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു, ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് തൃപ്തരാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഈ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്, ഇതിന്റെ കേസ് ഡയറി അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു വിശദാംശങ്ങളടക്കം ഹൈക്കോടതി തേടുകയും എല്ലാം ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. നിലവിൽ സർക്കാർ ഇതിലെ സിംഗിൾ ബെഞ്ചിൽ ഉണ്ടായിരുന്ന അതേ നിലപാട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് വരുമ്പോൾ തന്നെയും കൂടുതൽ ശക്തമാക്കുന്നത്. കാരണം ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളടക്കം ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് ഈ കേസ് ഡയറിയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ എതിർവാദങ്ങളും ഇതെല്ലാം തന്നെയുണ്ട്. കുടുംബം ആവശ്യപ്പെടുന്നത് ഇതിലെ ദുരൂഹതകൾ പുറത്തു വരണമെങ്കിൽ അവർ വിശ്വസിക്കുന്ന പോലെ ഇതിൽ വലിയ ഇടപെടലുകൾ ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കുടുംബം ആക്ഷേപിക്കപ്പെടുന്നു. അതിന് പുറത്തു നിന്നുള്ള ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത് എന്നത് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. CBI അന്വേഷണം കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്ന് തന്നെയാണ് കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും കേസ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് അതിൻ്റെ വാദങ്ങളെല്ലാം തന്നെ കേട്ടിരുന്നു. വാദത്തിൻ്റെ എല്ലാവരുടെയും തന്നെ വാദങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ കേസിൽ ഡിവിഷൻ ബെഞ്ച് രാവിലെയുടെ കേസ് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ കേസിൽ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടാകും. അഭിലാഷ്, ഹൈക്കോടതിയുടെ വിധി എന്താകും എന്നത് നമുക്ക് കാത്തിരിക്കാം.